ഇത് കഴിഞ്ഞാൽ പിന്നെ പറയും ഇതും കൂടെ എഴുതാം, പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ പറയും ഇതും കൂടെ എന്താണ് പ്രശ്നം? നീ അവിടെ ഇരുന്ന് പഠിച്ച, ഞാൻ ഇപ്പൊ വരാം. ആദ്യം എനിക്കിതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കോൾ ഇരിക്കുക. അമ്മൂന് എന്തൊരു ഹോംവർക്കാ, 2 മണിക്കൂർ ഇരുന്നാലും തീരില്ല. അതിനൂടെ എന്റെ ഓഫീസിലെ കാര്യവും ഇവിടുത്തെ കാര്യം എല്ലാം കൂടെ എനിക്ക് വയ്യ. നീ ഇവിടെ ഇരുന്നേ. എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം, നാളത്തെ കാര്യം ഒക്കെ പ്ലാൻ ചെയ്യണം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഈ കോൾ ഒന്ന് കഴിഞ്ഞോട്ടെ, ഡിന്നർ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. അത് മാത്രല്ല, ഇതിലെ പകുതി കാര്യം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. കൊച്ചിനെ വല്ല ട്യൂഷനും വിടാം. അതിനിപ്പോ ട്യൂഷൻ ആകുമ്പോഴത്തേക്ക് കൊച്ചിന് പ്രത്യേകം സമയമില്ല, അതിനു വേണ്ടി കണ്ടെത്തണം. പിന്നെ ഞാൻ കൊണ്ടുവിടാൻ പോകണം, വിളിക്കാൻ പോകണം, പിന്നെ മന്ത്ലി ഒരു 5000 എന്തായാലും ആവും. അതിന് 10 മാസം ആകുമ്പോഴത്തേക്ക് 50,000 അവിടെ തന്നെ ചിലവായി. വേണോ? ചിലവല്ലേ ഇത്? എന്നാ പിന്നെ എന്തേലും ചെയ്യും, എന്നെ കൊണ്ട് വയ്യ. ഇതാണ് നമ്മുടെ പലരുടെയും വീടുകളിലെ വൈകുന്നേരത്തെ അവസ്ഥ. ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛനും അമ്മയും ഇഷ്ടം പോലെ ഹോംവർക്കുമായിട്ട് വരുന്ന പിള്ളേരും. ഈ ഹോംവർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ പേരൻസ് പിള്ളേരുടെ കൂടെ ഇരിക്കണം. ഇത്രയും ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം ചില വീട്ടിലെ പേരൻസിന് സാധിക്കത്തുമില്ല. അപ്പോൾ എന്നാ പറ്റും? പേരൻസ് പിള്ളേരെ കൊണ്ട് ട്യൂഷന് ചേർക്കും. ട്യൂഷന് പോകാനായിട്ട് പേരൻസ് സമയം കണ്ടെത്തണം. പിള്ളേരുടെ സ്ട്രെസ്സ്, പേരൻസിൻ്റെ സ്ട്രെസ്സ്, ഇതിനിടയ്ക്ക് വീട്ടിലെ ഡിന്നർ ഉണ്ടാക്കണം, നാളത്തേക്കുള്ള പ്ലാനിങ്. എനിക്ക് ആലോചിക്കാൻ പോലും വരാം. ഇതാണ് പല വീടുകളിലെയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏറ്റവും വലിയ വഴക്കിന് കാരണം. ഇവിടെ ഞങ്ങളിതാ കൊണ്ടുവരുന്നത് ദി ഫ്രണ്ട്സ് സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഹോംവർക്ക് ഇല്ല. കിൻഡർ ഗാർഡനിൽ 0 ഹോംവർക്ക്, പ്രൈമറി ക്ലാസ്സുകളിൽ ഡെയിലി അരമണിക്കൂർ മാത്രം ഇരുന്നാൽ തീരാവുന്ന ഹോംവർക്ക്. അതും കുട്ടികൾ തന്നെ ഇരുന്നാൽ മതി, പേരൻസ് അവരുടെ കൂടെ ഇരിക്കുകയേ വേണ്ട. ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. Come visit the Friends School to understand more about how learning happens at the Friends School. Thank you.